എല്ലാവർക്കും നമസ്കാരം. ഞാൻ മനോജ് പൊറ്റക്കാട്. ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്, ഹെൽത്ത് ആൻഡ് ബ്യൂട്ടി ബൈ മനോജ്. എൻ്റെ സുഹൃത്തുക്കൾ ധാരാളം സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്, പക്ഷേ എന്നാലും ഇപ്പോൾ ഒന്ന് സ്ലോ ആയിട്ടുണ്ട്. അപ്പോൾ ദയവേത് നിങ്ങൾ ഹെൽത്ത് ആൻഡ് ബ്യൂട്ടി ബൈ മനോജ് അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ ഞാൻ ഒരു മാജിക് സ്റ്റിക്ക് എന്ന് പറഞ്ഞാൽ സ്റ്റൊമക്ക് റെഡ്യൂസ് ചെയ്യുന്ന ഒരു സ്റ്റിക്കും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ലഭ്യമാകണമെങ്കിൽ 9446554411 9446554411 കൊറിയറിൽ അയച്ച് കിട്ടണമെങ്കിൽ 500 രൂപ ഇന്ത്യയിലെ എവിടെയും നിങ്ങൾക്ക് 3 ദിവസത്തിനുള്ളിൽ ലഭിക്കും. നിയറസ്റ്റ് പ്ലേസ് ആണെങ്കിൽ നമ്മൾ ഹോം ഡെലിവറി ആയാലും തരും. ഓക്കെ, നിങ്ങൾക്ക് വിളിക്കാവുന്ന നമ്പർ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ നമ്മൾ ഹെൽത്തിനെ കുറിച്ചാണ് ഇതുവരെ പറഞ്ഞത്. അപ്പോൾ ബ്യൂട്ടീനെ കുറിച്ച് നമ്മളൊന്നും പറയാത്തത് കൊണ്ട് പലർക്കും ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ബ്യൂട്ടീനെ കുറിച്ച് പറയാം. നമ്മുടെ ബ്യൂട്ടി എന്ന് പറയുമ്പോൾ നമ്മുടെ ഡ്രസ് കോഡിനാണ് ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടത്. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏത് കാറിൽ വന്ന് ഇറങ്ങി എന്നുള്ളതല്ല നോക്കുക. നമ്മൾ ഒരാളെ ഫേസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു വേദിയിൽ പോകുമ്പോൾ, ഒരു കല്യാണത്തിൽ പോകുമ്പോൾ, അല്ലെങ്കിൽ ചടങ്ങിൽ പോകുമ്പോൾ നമ്മളെങ്ങനെ ഡ്രസ്സ് ചെയ്തു എന്നുള്ളത് തന്നെയാണ് നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കുക. നമ്മുടെ മുടി, നമ്മുടെ ഫേസ്, നമ്മുടെ എക്സ്പ്രഷൻസ്, നമ്മുടെ ചിരി, നമ്മുടെ സംസാരം, ഇതൊക്കെ നമ്മൾ നോക്കുന്നത്. അതിൻ്റെയൊക്കെ പ്രൗഢി കിട്ടണമെങ്കിൽ നമ്മൾ നല്ലൊരു ഡ്രസ്സിൽ, ഏറ്റവും വില കൂടിയ ഡ്രസ്സെന്ന് ഞാൻ പറയില്ല, ഏറ്റവും നല്ല രീതിയിൽ യോജിച്ച ഡ്രസ്സുകൾ ഉപയോഗിക്കാം. നമ്മളൊരു കല്യാണത്തിന് പോകുമ്പോൾ മുണ്ടെടുത്ത് പോവുകയാണെങ്കിൽ നല്ലതാണ് മുണ്ട്. എന്ത് ഉടുക്കുകയാണെങ്കിലും എന്ത് ഇടുകയാണെങ്കിലും നമുക്ക് ശരീരത്തിന് നല്ലൊരു ഷേപ്പ് ഉണ്ടായിരിക്കണം. അപ്പോൾ അതിന് നമ്മൾ എക്സസൈസ് പ്രോപ്പറായിട്ട് ചെയ്തെങ്കിലേ പറ്റുള്ളൂ. നമ്മളുടെ ബോഡി ഷേപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ഡ്രസ്സ് ഇട്ടാലും നമുക്ക് ഭംഗിയുണ്ടാവും. അതുപോലെ നമ്മൾ ഒരു ദുഃഖത്തിൽ പങ്കെടുക്കാൻ പോകുമ്പോൾ അതിൻ്റെ ഡ്രസ്സ് കുറച്ച് ആർഭാടം കുറച്ചിട്ട് പോകണമെന്നാണ് എൻ്റെ അഭിപ്രായം. കൂളിംഗ് ഗ്ലാസ്സോ അങ്ങനെയുള്ളതൊന്നും ഉപയോഗിക്കാണ്ട്. പിന്നെ നമ്മൾ പാർട്ടി വെയർ പോകുമ്പോൾ പാർട്ടിക്ക് അനുയോജ്യമായ ഡ്രസ്സുകൾ ധരിക്കുക. അതേമാതിരി നമ്മൾ പാൻറ് ഇടുമ്പോൾ പരമാവധി നമ്മൾ ഷൂ ഉപയോഗിക്കാൻ ശ്രമിക്കുക. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാലിൻ്റെ രക്ഷയ്ക്കാണ്, കാലിൻ്റെ ഹെൽമെറ്റാണ് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്. ഷൂ അതേമാതിരി നമ്മുടെ നൃത്തം, നമ്മുടെ പോസ്റ്റർ ക്ലിയർ ചെയ്യണം, നമ്മുടെ നടത്തം, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ വളരെ ക്ലീൻ ആൻഡ് നീറ്റായിട്ട് പ്രൊഫഷണലായിട്ടുള്ള ഒരു അപ്രോച്ച്, നമ്മുടെ കോൺഫിഡൻസ് ലെവൽ എല്ലാം കൂട്ടിയിട്ട് നമ്മൾ വളരെ പ്രൊഫഷണലി നമ്മൾ സ്ട്രെയിറ്റായി വളരെ നെഞ്ചൊക്കെ വിരിച്ച് നിന്ന് സംസാരിക്കുന്ന രീതി, വളഞ്ഞു നിൽക്കാണ്ട് വളരെ സ്ട്രെയിറ്റായിട്ട് ഫേസ് ടു ഫേസ് നോക്കി സംസാരിക്കുക. നമ്മുടെ ഡ്രസ് കോഡ് തന്നെയാണ് ഏറ്റവും പ്രാധാന്യം. അതുകൊണ്ട് നിങ്ങൾ എവിടേക്ക് നമ്മൾ നല്ല ഫംഗ്ഷനുകൾക്ക് ഇറങ്ങുമ്പോൾ ചമഞ്ഞിറങ്ങുക, നല്ല ഭംഗിയിലിറങ്ങുക, ഇപ്പോഴത്തെ കോൺസെപ്റ്റ് പ്രകാരം ഡ്രസ്സുകൾ ഉപയോഗിക്കുക, നന്നായി നടക്കാൻ ശ്രമിക്കുക. അതുതന്നെയാണ് നമ്മുടെ സൗന്ദര്യവും ആരോഗ്യമൊക്കെ സംരക്ഷിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ ഡ്രസ് കോഡുകളും നിങ്ങൾ ശ്രദ്ധിക്കണം. അതാണ് നമ്മളുടെ ഏറ്റവും വലിയ സക്സസ്.